ഹലോ ഹായ് നമസ്കാരം. കത്തനാർ എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡീകോഡിങ്ങിന് ശ്രമിച്ച് നോക്കാമെന്ന്. ആക്ച്വലി ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കും തോറും എനിക്ക് ഒന്നിലധികം സ്റ്റോറി ലൈനുകളാണ് വരുന്നത്. കാരണം ഇവരിൽ ചില ക്യാരക്ടേഴ്സിനെ ഒരുമിച്ചൊന്ന് കാണിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ മിന്നിയും മറിഞ്ഞും പോകുന്ന പോലെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ട്രെയിലർ കട്ട് ഇല്ലായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇനിയും റിലീസിന് മുമ്പ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ടീസറോ ട്രെയിലറോ കൂടി റിലീസ് ചെയ്യുമായിരിക്കും. അതും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റോറി ലൈനിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിലർ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ഓരോരോ സിനിമാ കഥകളാണ് മനസ്സിൽ വരുന്നത്. അങ്ങനെ തോന്നിയിട്ടുള്ള വളരെ ശക്തമായ സാധ്യതകളുള്ള ഒരു 5 സ്റ്റോറി ലൈൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള ആ കടമറ്റത്ത് കത്തനാർ, ആ കത്തനാരല്ല ഈ കത്തനാർ എന്നുള്ള രീതിയിലൊരു സംസാരമൊക്കെ ഉണ്ട്. ഇത് ആ കത്തനാരായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിൻ്റെ വേറെ തന്നെ ഒരു വേർഷൻ, ഒന്നെങ്കിൽ അതിൻ്റെ വേറെ തന്നെ ഒരു വേർഷൻ, അല്ലെങ്കിൽ മറ്റൊരു കത്തനാർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഈ കഥകളിലൊക്കെ കോമൺ ആയി വരുന്ന ചില കാര്യങ്ങൾ, അതിൽ ഞാൻ പറയാൻ പോകുന്ന 5 സ്റ്റോറീസിൽ ഒരു സ്റ്റോറിയിലൊഴികെ ബാക്കി എല്ലാ സ്റ്റോറീസിലും സനൂപ് സന്തോഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജയസൂര്യ അവതരിപ്പിക്കുന്ന കത്തനാറുടെ കുട്ടിക്കാലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളി ഒരു ഓർഫനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയൊന്നും നമ്മൾ കാണുന്നില്ല. പുള്ളിയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് പെർഫ്യൂം ഉണ്ടാക്കുന്നതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് അയാളുടെ ജീവിതമാർഗ്ഗം എന്ന് തോന്നുന്നു. കാരണം കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് അതൊരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ തുള്ളി വന്ന് ഒരു പാത്രത്തിലേക്ക് വീഴുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്ന ആ ഷോട്ടിൽ സനൂപ് ഇരിക്കുന്ന സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളിൽ പല കളറിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഈ കെമിക്കൽ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും പരിപാടിയായിരിക്കാം. പക്ഷേ എനിക്കൊരു പെർഫ്യൂം പരിപാടിയായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഈ പൂക്കളടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ കാശ് കൊടുത്ത് വാങ്ങാൻ അതിനുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് മോഷ്ടിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടാവാം. പ്രിൻസ് ഓഫ് പേർഷ്യ കൈൻഡ് ഓഫ് ഒരു ചെയ്സ് സീനിൽ നമ്മൾ സനൂപിനെ കാണുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഓടിപ്പോയിട്ട് പുലിമുരുകൻ സ്റ്റൈലിൽ പുള്ളി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇയാളെ ആരോ ചെയ്സ് ചെയ്യാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇയാളെ ചെയ്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കണമെങ്കിൽ അത് രാജാവിൻ്റെ പട്ടാളമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ അയാളുടെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നതാവാം. എനിക്ക് പട്ടാളക്കാരാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. രാജാവിൻ്റെ സൈന്യം ആവാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, മോഷണമായിരിക്കാം. 2, രാജകുമാരിയുമായി ഇയാൾക്കൊരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം പരിഗണിച്ചിട്ടാവാം. ആ രാജകുമാരി ക്യാരക്ടർ നമ്മൾ കാണുന്നത് ദേവിക സഞ്ജയ് ആണ്. ദേവിക സഞ്ജയ്, സനൂപ് സന്തോഷ് ഒരു കോമ്പിനേഷൻ, അങ്ങനെ ഞാൻ ഒരു പോസിബിലിറ്റിയിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയസൂര്യയുടെ ഒരു ചൈൽഡ്ഹുഡാണ് ഇയാൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ദേവിക സഞ്ജയ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പെയറായിട്ട് വരാനുള്ള സാധ്യതയില്ല. നിതീഷ് ഭരദ്വാജ് അവതരിപ്പിക്കുന്ന രാജാവിൻ്റെ മകൾ അത്രേ ഉണ്ടാവുള്ളൂ. എനിവേ, ഇയാൾ പെർഫ്യൂം ഉണ്ടാക്കുകയാണെങ്കിലും ഇനി മറ്റൊരു പരിപാടിയാണെങ്കിലും ഇദ്ദേഹത്തിന് ഈ കെമിക്കൽസ്, ആ മിക്സിങ് പരിപാടികളൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ചെറുതിലെ ഈ പറയുന്ന ഓട്ടം ചാട്ടം ആക്ഷൻ പരിപാടികളിലൊക്കെ നിപുണനായിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് അവിടെ നാട്ടിലൊരു ഉത്സവത്തിന് ഒരു മജീഷ്യൻ വരികയാണ്. പ്രഭുദേവ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ വരുന്നുണ്ട്. ആണ്ടവേ മായം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വന്നിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ മാജിക് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഷോട്ട് ട്രെയിലറിലുണ്ട്. ആ ഷോട്ട് നോക്കുകയാണെങ്കിൽ പ്രഭുദേവ അവിടെ നിൽപ്പുണ്ട്, പിള്ളേർ സെറ്റ് എല്ലാവരും, നാട്ടുകാരെല്ലാം ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സനൂപിൻ്റെ ക്യാരക്ടർ എന്തോ ഒരു കാര്യം ഇങ്ങനെ പുകച്ചുകൊണ്ട് ആ പാലത്തിൽ കൂടി പോവുകയാണ്. അതും കൂടി കാണുമ്പോഴാണ് ഇയാൾ ഉണ്ടാക്കുന്ന പെർഫ്യൂമാണ് എന്ന് പറയുന്നൊരു തോന്നൽ എനിക്കുണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഈ മജീഷ്യൻ പറയുന്നതൊക്കെ കണ്ട്, ഈ മാജിക് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നത് പോലെ, അമ്പരക്കുന്നത് പോലെ തീർച്ചയായും സനൂപിൻ്റെ ക്യാരക്ടറിനും ഒരു അമ്പരപ്പ് ഉണ്ടാവുന്നുണ്ടാവും. കാര്യം ആ ഒരു പ്രായത്തിൽ, ഒരു കൗമാരം യൗവനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാന്ത്രിക പരിപാടികളൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും, അത് പഠിക്കാനുള്ള ആഗ്രഹം തോന്നും. പ്രത്യേകിച്ച് ഇയാൾ ഈ പെർഫ്യൂം മേക്കിംഗ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പിന്നിലെ ടെക്നിക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എന്തായാലും ഇയാൾക്കുണ്ടാവും. സോ പ്രഭുദേവയെ ഫോളോ ചെയ്ത് മാജിക്ക് പഠിച്ച് ആ പറയുന്ന ടെക്നിക്കുകളും ട്രിക്കുകളും എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ദ്രജാലത്തിലേക്ക്, മാന്ത്രികതയിലേക്ക് അയാൾ കടക്കുന്നുണ്ടാവും. ആ യാത്രയുടെ അവസാനമായിരിക്കാം ഒരു പക്ഷേ കത്തനാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 4 പോസിബിലിറ്റീസിൽ എന്നെ സംബന്ധിച്ച് സനൂപിൻ്റെ ക്യാരക്ടർ ജയസൂര്യയുടെ കുട്ടിക്കാലമാണ്. പക്ഷേ ഒരു പോസിബിലിറ്റിയിൽ സനൂപിൻ്റെ ക്യാരക്ടറിനെ ജയസൂര്യയുടെ ക്യാരക്ടർ, അതായത് കത്തനാർ വന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇയാളുടെ വീടിന് മുന്നിലൂടെ രാത്രി സമയത്ത് ഒരു കുതിര പാഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുതിരപ്പുറത്ത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള, നമ്മൾ അനുമാനിക്കുന്നത് ജയസൂര്യ ആയിരിക്കാം എന്നുള്ളതാണ്. ആ പാസ് ചെയ്ത് പോകുമ്പോൾ അത് നോക്കി കാണുന്നത് ഒരു വിൻഡോയിലൂടെയാണ്, ഒരു വീടിൻ്റെ ജനലിലൂടെയാണ്. ആ ജനലിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതൊക്കെ ഈ പെർഫ്യൂം ബോട്ടിൽസ് ആണ്. സോ കത്തനാർ ആ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അയാൾ സഞ്ചരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം കണ്ടിട്ടുള്ള ഒരേ ഒരാൾ സനൂപിൻ്റെ ക്യാരക്ടർ ആയിരിക്കാം. കാരണം ഇതിൽ ട്രെയിലറിൽ നമ്മളൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ കൂടിയിട്ട് എന്തൊക്കെയോ ഉരുക്കുന്നു, കുഴിയെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കത്തനാർ, അതായത് ജയസൂര്യയെ ഒരു
തുറങ്കിലടച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഈ മാന്ത്രിക പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഇന്ദ്രജാലം എന്ന് പറയുന്നത്, ഇയാൾ ഒരുപാട് കഴിവുള്ള ആളാണ്, ഇയാൾ രാജ്യത്തിന് തന്നെ ഒരു ദോഷമായേക്കാം എന്നൊക്കെ കരുതിയിട്ട് ഒരു പക്ഷേ അയാളെ മണ്ണിൻ്റെ അടിയിൽ ഒരു പ്രത്യേകതരം തുരങ്കം ഉണ്ടാക്കി അവിടെ ആയിരിക്കാം പാർപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ അയാൾ രാത്രികാലങ്ങളിൽ പുറത്തേക്ക് പോവാറുണ്ട് എന്നുള്ളൊരു കാര്യമോ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് സാക്ഷിയാവുന്നത് സനൂപിൻ്റെ ക്യാരക്ടറായിരിക്കാം. സനൂപാണ് ജയസൂര്യയുടെ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നതെങ്കിൽ ഇയാൾ കുട്ടിക്കാലത്തെ മാജിക് പരിപാടികളൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ അത് തനിക്കറിയാവുന്ന പെർഫ്യൂം മിക്സിംഗ് പരിപാടികളുടെയൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇവനെ നമ്മളെല്ലാവരും പേടിക്കണം എന്ന് പറഞ്ഞ് നാട്ടുകാരെ ആട്ടി ഓടിച്ച് ഒരുപക്ഷെ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അയാൾ നാട് വിട്ടു പോവുകയും അങ്ങനെ ഇന്ദ്രജാലത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്നതോ അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവൻ ശരിയല്ല, ഇവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ തുറങ്കിലുണ്ടല്ലോ അതിനകത്ത് ഈ പയ്യനെ ആയിരിക്കാം അവർ പിടിച്ച് പൂട്ടുന്നുണ്ടാവുക, രാജാവിൻ്റെ കൂടി നേതൃത്വത്തിൽ. അവിടെ ഇരുന്നുകൊണ്ട് അവൻ പല ദൈവങ്ങളെയും അല്ലെങ്കിൽ പല ശക്തികളെയും ആരാധിക്കുകയും അതുവഴി അവൻ നേടിയെടുക്കുന്ന കഴിവുകളുമായിരിക്കും പിന്നീട് നമ്മൾ ജയസൂര്യയുടെ ക്യാരക്ടറിൽ കാണുന്നത്. പക്ഷെ അതിനൊരു വളരെ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. എന്തായാലും ആ നാടിനെ, വേണാടിനെ ഒരു വലിയ ശക്തി ആക്രമിക്കാൻ വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ വിദേശികളുമായിട്ട് അവർ യുദ്ധമൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പറയുന്ന വൈദേശിക ശക്തികളൊന്നും അല്ലാത്ത, നമ്മുടെ നാട്ടിലെ സൈന്യത്തിന് പിടിച്ചു നിർത്താനാവാത്ത എന്തോ ഒരു വലിയ അപകടം വേണാടിനെ തേടി എത്തുന്നുണ്ട് എന്ന് കുഞ്ഞമ്മൻ അറിയിക്കുന്നുണ്ട് രാജാവിനെ. കുഞ്ഞമ്മൻ എനിക്ക് തോന്നുന്നു മിക്കവാറും ഗോകുലം ഗോപാൽജി ആയിരിക്കും. അപ്പോൾ കുഞ്ഞമ്മൻ രാജാവിനെ അറിയിക്കുന്നത് ഇങ്ങനൊരു അപകടം ഇവിടെ വരാനുണ്ട്, ഈ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു അതിമാനുഷ്യന് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ആ ആൾ കത്തനാരായിരിക്കാം. എന്തായാലും കത്തനാരുടെ ഈ ഒരു കഴിവറിയാവുന്ന കുറച്ച് ക്രിസ്ത്യൻ മിഷണറീസ് ആണെന്നാണ് എനിക്ക് അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ അറിയുള്ളൂ. മറ്റൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. നമ്മുടെ കോട്ടയം രമേശ് അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് അടക്കമുള്ള ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവരെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഇയാളാണ്. കാരണം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ മാത്രം പോരാ, കുറച്ച് മറ്റ് ശക്തികളെ ആരാധിക്കുന്ന അത്തരം കഴിവുകളുള്ള, അത്തരം മാന്ത്രികത അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതറിയാവുന്ന ഒരേ ഒരാൾ ജയസൂര്യ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണെന്ന് അറിയുമ്പോൾ ഇയാളെ ഇവരെന്തായാലും തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇനി ഉറപ്പുള്ള മറ്റൊരു കാര്യം, അത് ഈ നാടിനെ തേടി വരുന്ന ആ ത്രട്ടില്ലേ, ആ വലിയ അപകടം, അത് അനുഷ്ക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അനുഷ്കയാണ് ആ നാടിൻ്റെ വലിയൊരു ശാപമായിട്ട് മാറുന്നത്. എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്. ബേവോൾഫ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, BEOWOLF, 2007 റിലീസായിട്ടുള്ള ഒരു ആനിമേറ്റഡ് പടമാണ്. പക്ഷേ അതിന് ആനിമേറ്റഡ് പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം 2007 അവർ ഏഞ്ചലീന ജോളിയാണ് അതിലൊരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ആനിമേറ്റഡ് സാധനമുണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പിറൈറ്റ് വരാത്ത രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. ആ ആനിമേഷൻ എനിക്ക് ആദ്യം ജെറി കാണിച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു എടാ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന്. അങ്ങനെ ഞാനിരുന്ന് കണ്ട പടമാണ്. എന്തൊരു ഒറിജിനാലിറ്റി ആണെന്നറിയോ. അപ്പോൾ ആ സിനിമയിൽ ഈ രാജാവ് മറ്റ് ശക്തികളിൽ നിന്നൊക്കെ തൻ്റെ രാജ്യത്തിന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടോ കരുത്തനാവാൻ വേണ്ടിയിട്ടോ, എനിക്ക് എക്സാക്ട്ലി ഇപ്പോൾ ഓർമ്മയില്ല, അങ്ങനെ പ്രത്യേക കഴിവുകൾ കിട്ടാൻ വേണ്ടി, കരുത്തുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബീസ്റ്റിനെ ചെന്ന് കാണുകയാണ്. ബീസ്റ്റുമായിട്ട് അയാൾ ഒരു കരാർ ഉണ്ടാക്കുന്നു. ഈ ബീസ്റ്റും രാജാവുമായി ബന്ധപ്പെടുകയും അവർക്കൊരു മകൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന കൂർത്ത നഖങ്ങളൊക്കെ ഉള്ള, ദേഹം മുഴുവൻ ഇങ്ങനെ ലിക്വിഡ് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ജീവി ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ആ സിനിമയിലുള്ളതെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഓർമ്മ. ഞാൻ ഇത്രയും വർഷം മുമ്പ് കണ്ടതാണ്. അതിനിടയിൽ ആ രാജാവ് എന്തൊക്കെയോ കാര്യങ്ങളും കൂടി ഇവരോട് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും രാജാവ് പാലിക്കുന്നില്ല. സ്വാഭാവികമായും ഇവർക്ക് ദേഷ്യമുണ്ടാവുകയും ഇവർ ആ രാജ്യത്തെ ആക്രമിക്കാൻ ചെല്ലുകയും ചെയ്യും. ആ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ രാജാവിന് കഴിയില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ, ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലേ ഈ സിനിമയിൽ സംഭവിക്കുക എന്നെനിക്ക് തോന്നുന്നു. കാരണം നിതീഷ് ഭരദ്വാജ് അവതരിപ്പിക്കുന്ന ഇതിനകത്തെ രാജാവ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജസ്റ്റ് ഒരു രാജാവ്, കത്തനാർ വരുന്നു, കത്തനാരുടെ ഷോ ഓഫും പരിപാടിയും, ആ സമയത്ത് ഇടയ്ക്ക് പേടിക്കാനും കത്തനാരെ വിളിക്കാനും 1-2 ഓർഡർ ഇടാനും വേണ്ടിയിട്ടൊരു രാജാവ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഈ സിനിമയുടെ ഭാഗമാക്കാൻ സാധ്യതയില്ല. ഞാൻ ഗന്ധർവൻ സിനിമയിലൂടെ വന്നിട്ടുള്ള ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷനിൽ പോലും ഫാൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആ അഭിനേതാവ് ഈ സിനിമയിൽ വരുമ്പോൾ ഒരു പക്ഷേ രാജാവിന് അയാളുടെ ചെറിയൊരു പ്രായത്തിൽ അനുഷ്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ കാണുകയും അവളോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുകയും അവൾ ഗർഭിണിയാവുകയും പക്ഷേ അവളെ അതിനുശേഷം കൊന്നുകളയുക, ഒന്നെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് വയറ്റിലുള്ളപ്പോഴായിരിക്കും, ഒരു ആകാശഗംഗ ലൈനിൽ അതിനുശേഷം അവൾ പ്രതികാരം ചെയ്യാൻ വരുന്നതായിരിക്കുമോ. കാരണം ഇതിനൊരു പോസ്റ്റർ അവർ റിലീസ് ചെയ്തപ്പോൾ ഈ ഉടൽ മുഴുവൻ കൈകളിലുള്ള ഭീകരസ്വത്വമായി എന്ന് പറയുന്ന പോലെ നമ്മുടെ ജയസൂര്യയുടെ ദേഹത്തു നിന്ന് ഒരുപാട് തുണി ഇങ്ങനെ പാറി പറക്കുന്ന ഒരു പോസ്റ്റർ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൻ്റെ താഴെ ഒരു
ഒരു കോർണറിലായിട്ട് ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന അമ്മ എന്നാണ് എനിക്ക് ആ രൂപം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം കുഞ്ഞിന് വേണ്ടി, തനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ആത്മാവോ ഡാർക്ക് മാജിക് പരിപാടികളൊക്കെ പഠിച്ചിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടോ അങ്ങനെ എന്താണെങ്കിലും ആ രാജ്യത്തിന് ഭീഷണിയായി വരാൻ സാധ്യതയുള്ളത് അനുഷ്കയുടെ ക്യാരക്ടറായിരിക്കും. അപ്പം എനിക്ക് ഈ ഒരു തോട്ട് വരുമ്പോൾ ബേവോൾഫാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അനുഷ്കയുടെ ക്യാരക്ടർ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. അവർക്ക് ഈ തുണികൾ അത് ഡൈ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വസ്ത്രവ്യാപാരമായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. അതിൻ്റെ മേൽനോട്ടവും നടത്തിപ്പൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ മറ്റ് ജോലിക്കാരൊക്കെ ഉണ്ട്. അനുഷ്കയെ കാണിച്ചതിന് ശേഷം ഒരു ഫ്ലവർ പോലത്തെ അങ്ങനത്തെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ബ്ലഡ് ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ വന്നിറങ്ങി ടച്ച് ചെയ്യുമ്പോഴേക്കുമാണ് ട്രെയിലർ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ എനിക്ക് രാജാവും ഇവരും തമ്മിലുള്ളൊരു സ്നേഹം, പക്ഷേ അയാൾ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ പോലും അറിയാതെ ഈ സ്ത്രീയും കുഞ്ഞും ജീവൻ വെടിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക, അവിടെ നിന്നുണ്ടാവുന്ന അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ള രീതിയിൽ രാജാവ് ഇതൊന്നും അറിയാതെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതിനിടയിൽ ഈ രാജാവിൻ്റെ മകളും ചിലപ്പോൾ അമ്മാവിൻ്റെ മോൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളും ഒക്കെ തമ്മിൽ ചെറിയ പോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദേവിക സഞ്ജയുടെ ക്യാരക്ടറും സാൻഡി മാസ്റ്ററുടെ ക്യാരക്ടറൊക്കെ തമ്മിൽ ഒരു വഴക്കിൻ്റെ പോലത്തെ 1-2 ഷോട്ടുകളുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുന്ന ദേവിക സഞ്ജയിനെ നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും രാജ്യം തകരാൻ പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ തൻ്റെ അച്ഛൻ ഇതിലൊരു കാരണമാണ് എന്നറിയുമ്പോൾ ആ പെൺകുട്ടി തകർന്നു പോകുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഷോട്ടും കൂടി ട്രെയിലറിലുണ്ട്. ഇതിനിടയിൽ കാന്തല്ലൂർ ശാല, അതായത് ട്രെയിലർ തുടങ്ങുന്നത് വിനീതിൻ്റെ ശബ്ദത്തിലാണ്. കാന്തല്ലൂർ ശാലയിൽ വിജ്ഞാനത്തിൻ്റെ ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ വരവേൽക്കും. അതായത് അറിവിനെ ഏത് രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാലും, അതൊരു ചിത്രമായി കൊണ്ടുവന്നാലും, നിങ്ങളിവിടെ പറഞ്ഞേൽപ്പിക്കാനാണെങ്കിലും എഴുത്തുകളായി കൊണ്ടുവരാനാണെങ്കിലും ഏത് രൂപത്തിലും അറിവിനെ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ മായാജാലത്തെ ഞാൻ വിശ്വസിക്കില്ല എന്നാണ് ആ ക്യാരക്ടർ പറയുന്നത്. ആ ഡയലോഗ് പറയുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കുന്ന ആൾ, ആ ക്യാരക്ടർ ഒരു ഡാർക്ക് കളറിൽ നമ്മുടെ ജയസൂര്യയുടെ ദേഹത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ വന്ന് ഫിറ്റ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കുതിരേനെ ഇങ്ങനെ എയറിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സിമിലർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിലാണ് വിനീത് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ ഈ കാന്തല്ലൂർ ശാലയിൽ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നത് ജയസൂര്യ തന്നെയായിരിക്കും. അപ്പോൾ ജയസൂര്യയുടെ ക്യാരക്ടർ കത്തനാർ, അയാൾ അതുവരെ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള എല്ലാ അറിവുകളും കാന്തല്ലൂർ ശാലയിൽ അവിടെ അവർക്ക് പകർന്നു കൊടുക്കാൻ, ഈ ലോകത്തിന് ഉപകാരമാവുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ്. പക്ഷേ മായാജാലത്തിന് എനിക്ക് വിശ്വാസമില്ല എന്ന് അയാൾ പറയുമ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഈ കഥാപാത്രത്തിനെ പറഞ്ഞു വിടാം. ഇനി മായാജാലത്തിന് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു അറിവ് തന്നെയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വല്ല മാജിക്കും കാണിക്കുകയാണെങ്കിൽ ഈ കാന്തല്ലൂർ ശാലയിൽ വിനീത് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം പാനിക്കാവുകയും ഒരു പക്ഷേ രാജാവിനെ അറിയിക്കുകയും ഇത്രയും ശക്തിയുള്ള ഒരാൾ ഈ നാട്ടിലുണ്ടായാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇയാളിങ്ങനെ സ്വതന്ത്രനായി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളെ തുറങ്കിലടക്കുകയും അവിടെ വെച്ച് അയാൾ മറ്റ് ശക്തികളെ പ്രാർത്ഥിക്കുകയും അതുവഴി കൂടുതൽ കഴിവുകൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാവാനും സാധ്യതയുണ്ട്. എന്തായാലും കാന്തല്ലൂർ ശാലയിൽ കത്തനാർ പോകുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അറിവുകളൊക്കെ ഒന്ന് സ്വാംശീകരിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടുന്ന് ആദ്യം അവരത് സ്വീകരിക്കുന്നില്ല. സാൻഡി മാസ്റ്ററുടെ ക്യാരക്ടർ ഒരു തല്ലിപ്പൊളി പടത്തലവനോ അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ അകന്തബന്ധത്തിലുള്ള എനിക്ക് രാജാവിൻ്റെ സ്ഥാനം കിട്ടുമെന്നൊക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ച് രാജാവാകണം എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ഹരീഷ് ഉത്തമനെയും നമ്മളിവർ ഒരുമിച്ചുള്ളൊരു ഫ്രെയിമിൽ കാണുന്നുണ്ട്. പുള്ളി പറഞ്ഞ പോലെ രാജകുമാരിയെ ട്രെയിൻ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രമാവാം. ഇത്രയൊക്കെയാണ് എന്തായാലും ഇങ്ങനെയായിരിക്കും എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പോസിബിലിറ്റീസിലേക്ക് വരാം. ഒന്നാമത്തെ പോസിബിലിറ്റി, ഇത് വളരെ സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. അതായത് സനൂപ് അവതരിപ്പിക്കുന്ന ജയസൂര്യയുടെ കുട്ടിക്കാലം, ദേവിക സഞ്ജയ് രാജാവിൻ്റെ മകൾ, ഇവർ തമ്മിൽ ഒരു ഇഷ്ടമുണ്ടാവുന്നു. ആ ഇഷ്ടം രാജാവിന് സഹിക്കാൻ പറ്റാതാവുന്നു. ഇതിനിടയിൽ ഇവന് ഇന്ദ്രജാലത്തിനോടൊക്കെ താല്പര്യം തോന്നുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രഭുദേവയുടെ ക്യാരക്ടറിൽ നിന്ന്. പക്ഷേ തൻ്റെ മകളുടെ ഈ പ്രണയത്തെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കോടീശ്വരനും കാശുകാരനും ഒക്കെ ആയിട്ടുള്ള അപ്പൻ എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ രാജാവ് ഇവനെ തുറങ്കിലടക്കുകയോ നാട് കടത്തുകയോ ചെയ്യുന്നതായിരിക്കാം. ദേവിക സഞ്ജയുടെ ക്യാരക്ടർ വളർന്ന് വലുതായി വരുന്നതായിരിക്കാം അനുഷ്ക. ജയസൂര്യ തിരികെ ആ നാട്ടിലേക്ക് വരുന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ടാവാം എന്നൊക്കെ പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിനെ ഞാൻ ലീസ്റ്റ് സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ആയിട്ടാണ്. കാരണം ഇത് വളരെ സ്ട്രെയിറ്റ് ആൻഡ് അത്രയേ ഉള്ളൂ, ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി, നമ്മുടെ കത്തനാർ, അതായത് ജയസൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രം കാന്തല്ലൂർ ശാലയിൽ വരുന്നു. അതിനുശേഷം ഇയാളെ തുറങ്കിലടയ്ക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. ഇയാളെ തുറങ്കിലടച്ചതിന് ശേഷമാണ് നിതീഷ് ഭരദ്വാജ് അവതരിപ്പിക്കുന്ന ഈ രാജാവിൻ്റെ കഥാപാത്രവും അനുഷ്കയുടെ ക്യാരക്ടറും തമ്മിൽ ഇഷ്ടമുണ്ടാവുന്നത്. അത് കുറേ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് വാക്ക് പാലിക്കാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അവൾക്കൊരു അപായം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവൾ ചതിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു ദുഷ്ടശക്തിയായി മാറുകയും ആ ശക്തിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ വേണ്ടി കത്തനാരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു
എന്ന് പറയുന്നൊരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി മുക്കാലും കഴിയുമ്പോഴായിരിക്കും കത്തനാർ സിനിമയിൽ വരുന്നുണ്ടാവുക. മൂന്നാമത്തെ സാധ്യത, നമ്മുടെ കത്തനാർ സനൂപ് സന്തോഷ് അവതരിപ്പിക്കുന്ന ആ കുട്ടിക്കാലത്തെ ഒരു ക്യാരക്ടർ മുതൽ പ്രഭുദേവയോടൊപ്പം മാജിക്കിനോട് ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു. ഒരുപാട് പുതിയ പുതിയ ഗുരുക്കന്മാരിലൂടെ അയാൾ കടന്നു പോകുന്നു. പല കാര്യങ്ങൾ അയാൾ പഠിക്കുന്നു. ആന നടന്നു പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ കിടക്കുന്ന ജയസൂര്യയുടെ ഒരു ഷോട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഓരോ ഗുരുനാഥന്മാരിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവുകളൊക്കെ ആയിട്ടുള്ള ഇയാളുടെ യാത്രയായിരിക്കും. അങ്ങനെ യാത്ര ചെയ്ത് കാന്തല്ലൂർ ശാലയിൽ തൻ്റെ അറിവുകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ഇയാൾ എത്തുകയാണ്. പക്ഷേ കാന്തല്ലൂർ ശാലയിലെ പുള്ളിക്കാരന് പേടിയായി. ഇത്രയും കഴിവുകളുള്ള ഒരു മനുഷ്യന് കൊള്ളാവുന്നതിലും അപ്പുറം കഴിവ് നിങ്ങളുടെ ശരീരത്തുണ്ട്, അപ്പോൾ അത് ഡേഞ്ചറാണ് എന്ന് കരുതി അയാൾ ചിലപ്പോൾ തുറങ്കിലടയ്ക്കുന്നുണ്ടാവും. ചിലപ്പോൾ കാന്തല്ലൂർ ശാലയിൽ ചെന്ന് ഇയാൾ ഈ കഴിവുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം അവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് രാജ്യത്തിനൊരു പ്രശ്നം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും രാജാവിനോട് പറയുന്നുണ്ടാവുക, നമുക്ക് ഈ ആളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ അതിന് സാധ്യത കുറവാണ്. മിക്കവാറും തുറങ്കിലടയ്ക്കാനാണ് സാധ്യത. പക്ഷേ അനുഷ്കയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നം, രാജാവ് ചതിക്കുകയോ അല്ലെങ്കിൽ അവൾ അപായപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രശ്നം, ആ സമയത്താണ് ഇയാൾ വീണ്ടും തുറങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നാലാമത്തെ സാധ്യത, കത്തനാർ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ നാട്ടിലേക്ക് വരുന്നു. പക്ഷേ കാന്തല്ലൂർ ശാലയിൽ അയാളെ വരവേൽക്കുന്നില്ല. എല്ലാവരും അയാളെ ഒരു ത്രെട്ടായിട്ട് കാണുന്നു. നാട്ടുകാർ മുഴുവൻ ഇയാൾ പ്രശ്നക്കാരനാണെന്ന് ചിന്തിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷേ അനുഷ്കയുടെ ക്യാരക്ടർ ഇയാളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർ തമ്മിൽ പ്രേമമൊന്നും ഉണ്ടാകുന്നില്ല, നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അയാളെ മനസ്സിലാക്കുന്ന, അയാളൊരു ഭീകര പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും മറ്റൊരു പ്രശ്നത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ വേണ്ടി കത്തനാർ മുന്നോട്ട് വരുന്നു. ഇത് പക്ഷേ വൺ ഓഫ് ദി ലീസ്റ്റ് പ്രോബബിലിറ്റി ഞാൻ കൊടുക്കുന്ന ഒരു കേസാണ്. അടുത്ത ഓപ്ഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സനൂപ് സന്തോഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജയസൂര്യയുടെ കുട്ടിക്കാലം ആയിരിക്കില്ല. കത്തനാർ ആ നാട്ടിലേക്ക് വരുന്നത് ആദ്യമായി കാണുന്ന ഒരാൾ സനൂപ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും. ഒരു പക്ഷേ അയാൾക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഈ പയ്യൻ തന്നെയായിരിക്കും. അവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന കത്തനാരെയും നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും. കാരണം ഒരു കുതിരയെ എയറിൽ നിർത്തിയിട്ട് ജയസൂര്യ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നിൽക്കുന്നത് ഒരു ഡോറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ, അതായത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ, ആ വീടിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കുപ്പികളും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ സനൂപിൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് കാണിച്ചിരുന്ന കുപ്പികളാണ്. അതിൻ്റെ കാലപ്പഴക്കം കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വരുമ്പോൾ സനൂപ് ആക്രമിക്കപ്പെടുന്നിടത്ത് വന്ന് അവനെ രക്ഷിക്കുന്ന കത്തനാരായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി കടന്ന് ആലോചിക്കുകയാണെങ്കിൽ തൻ്റെ പഴയ വീട് താൻ എവിടെ നിന്നാണ് ആരംഭിച്ചത് അങ്ങോട്ടേക്ക് വരുന്ന കത്തനാരായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു പോസിബിലിറ്റിയിൽ സനൂപിൻ്റെ ക്യാരക്ടറായിരിക്കാം കത്തനാരെ സഹായിക്കുന്നത്, കത്തനാർ തിരിച്ചും സഹായിക്കുന്നുണ്ടാവും. അവൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഈ കത്തനാരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഈ നാടിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്തനാർ മുന്നോട്ട് വരുന്നു, അയാളൊരു ഹീറോ ആവുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ഞാൻ ഈ 5 പോസിബിലിറ്റീസ് കണ്ടില്ലേ, ഇത് ഓരോ തവണയും ട്രെയിലർ കാണുമ്പോൾ പുതിയ പുതിയ പോസിബിലിറ്റീസ് കിട്ടുന്ന പോലെയായിരുന്നു. കാരണം ഇത് നമുക്കറിയാവുന്ന ഒരു നാടോടി കഥ, അല്ലെങ്കിൽ ഇത് ചരിത്രമാണെന്ന് പറയുന്ന ആളുകളുണ്ട്, ചരിത്രവും നാടോടി കഥയും കാര്യങ്ങളും കുറേ വിശ്വാസങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതൊക്കെ ഉള്ളിലിരിക്കുന്ന ഒരാൾ ഈ ട്രെയിലർ ഓരോ വട്ടം കാണുമ്പോഴും ഓരോ ഐഡിയ വരും. എനിക്കങ്ങനെയാണ് ഓരോ തവണ കാണുമ്പോഴും ഓരോരോ പോസിബിലിറ്റീസ് വരുന്നത്. ഇനിയും ഞാൻ വീഡിയോ ചെയ്യാൻ വൈകിയാൽ ഇനിയും പോസിബിലിറ്റീസിൻ്റെ എണ്ണം കൂടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവർ ട്രെയിലറും ടീസറും ഒക്കെ ആയിട്ട് ഇനി അപ്ഡേറ്റ്സ് പുറത്ത് വിടും. സിനിമ റിലീസാവുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ക്യാരക്ടേഴ്സ് ഇവർ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെൻറ്റ് പരിപാടികൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഈ ട്രെയിലർ ഒന്നിലധികം തവണ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഒരു സിനിമാ കഥ തെളിഞ്ഞു വരും. ആ കഥകളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു സ്പോയിലർ പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുമ്പിൽ ഒരു നല്ല കലാസൃഷ്ടിയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമാ സ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നിങ്ങളിതിനെ നോക്കി കണ്ടാൽ മതി. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന കഥ എന്താണ്, അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവോ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.